കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസിൽ പൊട്ടിത്തെറി. പുതിയ മണ്ഡലം പ്രസിഡന്റായി ഷിജു വാഴയിലിനെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസിൽ പൊട്ടിത്തെറി. പുതിയ മണ്ഡലം പ്രസിഡന്റായി ഷിജു വാഴയിലിനെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമാന്തര സംഘടനയുണ്ടാക്കി പ്രവർത്തിക്കുവാനാണ് ഇവരുടെ തീരുമാനം. നിലവിലെ മണ്ഡലം പ്രസിഡന്റ് ഏകദേശം 5-8 വർഷമായി ഇവിടെ മണ്ഡലം പ്രസിഡന്റായി അദ്ദേഹം തുടരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പല പ്രശ്നങ്ങളും, വ്യക്തിപരമായ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് കഴിയില്ല എന്ന് പറയുമ്പോൾ ഇടക്കാലത്ത് അയാളെ രാജിവെക്കുകയും ചെയ്തിരുന്നു. DCC ഓഫീസിൽ അദ്ദേഹത്തിന് രാജ്യം. പക്ഷേ നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ച് ജില്ലയിൽ നിന്നുള്ള നമ്മളെ ചാർജ് സെക്രട്ടറി അടക്കം ഇവിടെ വന്നിരുന്ന് തുടരാൻ അദ്ദേഹത്തോട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അതങ്ങനെയല്ല. ഇപ്പോൾ ഒരു കറിവേപ്പില പോലെ അദ്ദേഹത്തെ വലിച്ചെറിയുന്ന ഒരു സമീപനമാണ് ജില്ലാ നേതൃത്വം ചെയ്തത്, അല്ലെങ്കിൽ ബ്ലോക്ക് നേതൃത്വം ചെയ്തത്. അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു ഭരണം കിട്ടും. ഇത്രയും കാലം നമ്മൾ കൂട്ടായിട്ട് യാതൊരു അസ്വാരസ്യമില്ലാതെ എല്ലാ പ്രവർത്തനവും, ചെറുതെങ്കിലും എല്ലാ പ്രവർത്തനവും ഈ മണ്ഡലത്തിൽ സുഗമമായി നടത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തി ചെയ്തു. പക്ഷേ ഇപ്പോൾ ഒരു ഭരണം നമ്മുടെ കയ്യിൽ വരുമ്പോൾ അതിൻ്റെ ആ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. തൽക്കാലം അയാൾ തന്നെ തുടരണം. പിന്നെ പൊതുവായിട്ടൊരു ഷഫ്ലിംഗ് വരുന്നുണ്ട്. KPC തലത്തിലെല്ലാവരും എല്ലാ തലത്തും ഒരുപാട് മണ്ഡലം പ്രസിഡന്റിന് എല്ലാ രീതിയിലും മാറ്റങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായ മാറ്റം കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു പെട്ടെന്ന് വേറെ ഒരു മണ്ഡലത്തിലും ഇല്ലാത്തൊരു പരിപാടി, അത് എനിക്ക് തോന്നുന്നു ബ്ലോക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട അതിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് ശരിയായ നടപടിയല്ല. കുറച്ചുപേരുടെ ഇഷ്ടപ്രകാരം അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് പുതിയ നിയമനമെന്നും നിലവിലുണ്ടായ മണ്ഡലം പ്രസിഡന്റ് N. അബ്ദുൾ റഹ്മാൻ പോലും അറിയാതെയാണ് അദ്ദേഹത്തെ നീക്കി പുതിയ മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതെന്നും ഇവർ ആരോപിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി തങ്ങൾ സഹകരിക്കില്ലെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് വളരെ നല്ല രീതിയിൽ ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു മണ്ഡലം പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില കാരണങ്ങളാൽ അദ്ദേഹം രാജി കൊടുത്തു. പക്ഷെ അദ്ദേഹത്തോട് നിങ്ങൾ തന്നെ തുടരണമെന്ന് ബഹുമാനപ്പെട്ട DCC അഭ്യർത്ഥിച്ചു. അദ്ദേഹം തുടർന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തി എല്ലാ വാർഡിലും, കാങ്കോൽ ആലപ്പടമ്പിലെ ഇതുവരെയുള്ള ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തുകയും വളരെ നല്ല വോട്ട് നേടുകയും പല മണ്ഡലങ്ങളിലും, ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഈ മണ്ഡലത്തിലെ വോട്ട് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതൊക്കെ അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ UDF ചെയർമാനാണ് ശ്രീ A.V. രാമേന്ദ്രൻ. അദ്ദേഹത്തെ പോലും അറിയിക്കാതെയാണ് പുതിയ മണ്ഡലം പ്രസിഡന്റിനെ ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ നിയമനത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ മണ്ഡലത്തിലെ ഭൂരിഭാഗം പ്രവർത്തകരെ അറിയാത്ത, ഭൂരിഭാഗം പ്രദേശം പോലും അറിയാത്ത ഒരു വ്യക്തി മണ്ഡലം പ്രസിഡന്റായി എങ്ങനെ ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കും? അതാണ് ഞങ്ങളുടെ ആശങ്ക. അതുകൊണ്ട് ഈ ആശങ്ക ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതൃത്വം പരിഹരിച്ചു തരണം എന്ന് മാത്രമേ ഞങ്ങൾ അഭ്യർത്ഥിക്കുള്ളൂ. ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനോ DCCക്കോ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കോ എതിരല്ല. ഈ കാങ്കോൽ ആലപ്പടമ്പ പോലുള്ള ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ, കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് മേൽ നേതൃത്വം ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കേണ്ടത്. കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം UDF ചെയർമാൻ A.V. രാമചന്ദ്രൻ, മുൻ മണ്ഡലം സെക്രട്ടറി PV രാഘവ് പൊതുവാൾ, KSSPA മണ്ഡലം സെക്രട്ടറി C. പ്രകാശ് ബാബു, മണ്ഡലം വൈസ് പ്രസിഡന്റ് TM ബാലകേശവൻ, INTUC മണ്ഡലം പ്രസിഡന്റ് ദിവാകരൻ PK തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.